ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ വാക്യങ്ങൾക്ക്, ഫ്രേസുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ 12 പ്രധാനപ്പെട്ട എന്നും നമ്മൾ സംസാരിക്കാറുള്ള, എന്നും നമ്മൾ പറയാറുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ഫ്രേസ് ആണ് എന്ത്? വൺസ് ഇൻ എ വൈൽ. എന്താണ് വൺസ് ഇൻ എ വൈൽ? വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും എന്നർത്ഥം. വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ പറയാണ്, യു ഷുഡ് ഗോ ദെയർ വൺസ് ഇൻ എ വൈൽ. എന്താണ്? യു ഷുഡ് ഗോ ദെയർ വൺസ് ഇൻ എ വൈൽ. വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിനക്ക് അവിടെ പോകണം. നിനക്കവിടെ പോകണം. എപ്പോഴാണ്? വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിനക്ക് അവിടെ പോകണമെന്നാണ്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് ആണ് ദി അതർ ഡേ. ദി അതർ ഡേ. ദി അതർ ഡേ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം എന്നാണ്. മറ്റൊരു ദിവസം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദി അതർ ഡേ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് എപ്പോഴും പാസ്റ്റിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്താണ്? മറ്റൊരു ദിവസം എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ ദി അതർ ഡേ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും പാസ്റ്റിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എങ്ങനെ നോക്കാം? ഐ മെറ്റ് ഹിം. എന്താണ്? ഐ മെറ്റ് ഹിം ദി അതർ ഡേ. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കാണ്, അല്ല നിങ്ങൾ ആ ദിവസം അവനെ കണ്ടോ? അപ്പോൾ നിങ്ങൾ പറയാണ്, ഓ ആ ദിവസം ഞാൻ അവനെ കണ്ടില്ല, പക്ഷേ മറ്റൊരു ദിവസം അവനെ ഞാൻ കണ്ടിരുന്നു. മറ്റൊരു ദിവസം ഞാൻ അവനെ കണ്ടിരുന്നു. അപ്പൊ പറയാം, ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടിരുന്നു. ദി അതർ ഡേ, മറ്റൊരു ദിവസം. മറ്റൊരു ദിവസം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ദിവസം എന്ന് പറയുന്ന വേർഡിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഉപയോഗിക്കണം. എങ്ങനെ? പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അനദർ ഡേ ഉപയോഗിക്കാം. മറ്റൊരു ദിവസം. ഓക്കെ, ദി അതർ ഡേ എന്ന് പറഞ്ഞാലും അനദർ ഡേ എന്ന് പറഞ്ഞാലും എന്താണ്? മറ്റൊരു ദിവസം എന്നാണ്. പക്ഷേ ദി അതർ ഡേ എപ്പോഴും പാസ്റ്റിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ ഉപയോഗിക്കണമെങ്കിലോ, ഭാവിയിൽ നമുക്ക് പറയണമെങ്കിലോ, ഞാൻ നിങ്ങളെ മറ്റൊരു ദിവസം കണ്ടോളാം. ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു ദിവസം നിങ്ങൾ കണ്ടോളാം. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അനദർ ഡേ ഉപയോഗിക്കണം. ഇവിടെ ദ ചേർക്കരുത് കേട്ടോ. എന്താണ്? അനദർ ഡേ എന്ന് പറയുമ്പോൾ അവിടെ ദ ചേർക്കരുത്. ദ ചേർക്കാതെ പറയണം അനദർ ഡേ, മറ്റൊരു ദിവസം. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇന്ന് നിങ്ങളെ കാണാൻ കഴിയില്ല. ഐ കനോട്ട് മീറ്റ് യു ടുഡേ. ഐ കനോട്ട് മീറ്റ് യു ടുഡേ. സോ ഐ വിൽ മീറ്റ് യു അനദർ ഡേ. പറയാം, ഐ വിൽ മീറ്റ് യു അനദർ ഡേ. മറ്റൊരു ദിവസം ഞാൻ നിങ്ങളെ കണ്ടോളാം. ഓക്കെ, അപ്പോൾ ദി അതർ ഡേ എപ്പോഴും പാസ്റ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ അനദർ ഡേ എന്താണ്? അത് നമുക്ക് ഫ്യൂച്ചറിൽ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റിലോ. ഇനി നമുക്ക് നാലാമത് നോക്കാം. ആഫ്റ്റർ എ വൈൽ. എന്താണ്? ആഫ്റ്റർ എ വൈൽ. ആഫ്റ്റർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ്. എന്താണ്? കുറച്ച് സമയം കഴിഞ്ഞ്. ഓക്കെ, ഞാൻ പറയാണ്, ഐ ആം ബിസി നൗ. ഐ ആം ബിസി നൗ. ഞാൻ ഇപ്പോൾ ബിസിയാണ്. ഐ വിൽ കോൾ യു ആഫ്റ്റർ എ വൈൽ. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിച്ചോളാം. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ഓക്കെ, ഐ എം ബിസി നൗ. അല്ലെങ്കിൽ ഹി ഈസ് ബിസി നൗ. ഹി ഈസ് ബിസി നൗ. ഹി വിൽ കോൾ യു ആഫ്റ്റർ എ വൈൽ. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ നിങ്ങളെ വിളിച്ചോളും. ഇനി അടുത്താണ് ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമായിട്ട് അല്ലെങ്കിൽ നീണ്ട കാലമായിട്ട്. ഞാൻ പറയാണ്, അവർ ഒരുപാട് സമയമായിട്ട് ഇവിടെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി വാസ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഹി വാസ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയമായിട്ട് അല്ലെങ്കിൽ നീണ്ട കാലമായിട്ട് അവൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് എങ്ങനെയും പറയാം. ഓക്കെ, ഇനി അടുത്താണ് ഓൺ എ റെഗുലർ ബേസിസ്. എന്താണ്? ഓൺ എ റെഗുലർ ബേസിസ്. ഓൺ എ റെഗുലർ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി. സ്ഥിരമായി. അപ്പം ഞാൻ ഇങ്ങോട്ട് പറയാണ്, എന്ത്? യു ഷുഡ് ഡു ഇറ്റ്. യു ഷുഡ് ഡു ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് നിങ്ങൾക്കിത് ചെയ്യണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻസ് കഴിക്കണം. യു ഷുഡ് ടേക്ക് ദിസ് മെഡിസിൻ ഓൺ എ റെഗുലർ ബേസിസ്. ഓൺ എ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് ഈ മരുന്നുകൾ കഴിക്കണമെന്നാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ്. ഇവിടെ നോക്കാം. നമ്മുടെ ഏഴാമതാണ് എന്ത്? ഫ്രം നൗ ഓൺ. ഫ്രം നൗ ഓൺ. ഫ്രം നൗ ഓൺ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ. ഇനി മുതൽ, ഇപ്പോൾ മുതൽ, ഇനി മുതൽ. ഇനി മുതൽ ഞാൻ ഇത് ചെയ്തോളാം. ഇനി മുതൽ ഞാൻ അവിടെ പോയിക്കോളാം എന്ന് പറയാം. ഓക്കെ,
ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും. ഫ്രം നൗ ഓൺ, ഇനി മുതൽ എനിക്കത് ചെയ്യാൻ കഴിയും. കാരണം എനിക്കെല്ലാം മനസ്സിലായി. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഐ ക്യാൻ ഡു ഇറ്റ് ഫ്രം നൗ ഓൺ, ഇനി മുതൽ എനിക്ക് ചെയ്യാൻ കഴിയും. ഇനി അടുത്താണ് ഓൺ ദ സ്പോട്ട്. എന്താണ് ഓൺ ദ സ്പോട്ട്? ഉടനെ തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ എന്ന് പറയും. ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പറയുകയാണ് ഇന്നലെ ഉടനെ തന്നെ ഞാൻ അവനെ വിളിച്ചു. പറയാം ഐ കോൾഡ് ഹിം ഓൺ ദ സ്പോട്ട് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ കോൾഡ് ഹിം, ഞാൻ അവനെ വിളിച്ചു ഓൺ ദ സ്പോട്ട്, ഉടനെ തന്നെ ഞാൻ അവനെ വിളിച്ചു. ഇനി അടുത്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മുടെ 9th one, ഇൻ എ ഡേ ഓർ ടു. ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഇൻ എ ഡേ ഓർ ടു, 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ കണ്ടോളാം പറയാറില്ലേ. പറയാം ഐ വിൽ മീറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു ഇൻ എ ഡേ ഓർ ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ്. എന്താണ് ഇൻ എ ഡേ ഓർ ടു, 1-2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, ഇനി അടുത്താണ് ബട്ട് നോട്ട് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോഴല്ല. ഞാൻ പറയാറുണ്ട് ഞാൻ അവിടെ പോയിക്കോളാം, പക്ഷേ ഇപ്പോഴല്ല. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം, പക്ഷേ ഇപ്പോഴല്ല. ഓക്കെ, പറയല്ലേ ഐ വിൽ ഗോ ദെയർ, ഞാൻ അവിടെ പോകും. ബട്ട് നോട്ട് നൗ, പക്ഷേ ഇപ്പോഴല്ല. പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലും. സം അതർ ടൈം. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലും, മറ്റൊരു സമയം. സം അതർ ടൈം. ഓക്കെ, ഈ ഫ്രേസുകളൊക്കെ മറക്കരുത്. കഴിഞ്ഞ ഫ്രേസുകളുടെ ക്ലാസ്സിൽ ഞാൻ തന്നിരുന്നു. മറ്റൊരു ദിവസം, സം അതർ ടൈം. ഐ എം ബിസി നൗ, സോ ഐ വിൽ കോൾ യു സം അതർ ടൈം. ഓക്കെ, ഇനി അടുത്താണ് എന്ത്, ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം അവൻ നിങ്ങളെ കാത്തിരുന്നു. മണിക്കൂറുകളോളം ഞങ്ങൾ ഇവിടെ കളിച്ചു. ഓക്കെ, പറയാറില്ലേ മണിക്കൂറുകളോളം ഇന്നലെ മഴ പെയ്തു. ഷീ വെയിറ്റഡ് ഫോർ യു, അവൾ നിങ്ങളെ കാത്തിരുന്നു. അവിടെ ഷീ വെയിറ്റഡ് ഫോർ യു ദെയർ, അവൾ അവിടെ നിങ്ങളെ കാത്തിരുന്നു. ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം. ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ. ഇതൊക്കെ വളരെയധികം പ്രധാനമുള്ള ഫ്രേസുകളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് 4-5 തവണ വായിച്ചിട്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വൺ, അടുത്താണ് അറ്റ്ലീസ്റ്റ് വൺ, ഒരു തവണയെങ്കിലും പറയാണ്. യു ഷുഡ് ട്രൈ ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണയെങ്കിലും നീ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നാണ്. ശ്രമിക്കൂ. ഒരു തവണയെങ്കിലും നിങ്ങളിത് ശ്രമിക്കൂ എന്നാണ്. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.